السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സുഹൃത്തുക്കളെ, ഉദ്ഘാടകൻ എന്റെ അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം ഉദ്ഘാടനം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 15 മിനിറ്റ് ഖുർആനിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ കേൾപ്പിക്കാനുണ്ട്. ക്രിസ്താബ്ദം 7-ാം നൂറ്റാണ്ട് മുതൽ ലോകത്തിന്റെ അവസാനം വരെയുള്ള കാലഘട്ടത്തിലേക്ക് സർവ മനുഷ്യർക്കും വേണ്ടി ലോകത്തിലെ 196 രാഷ്ട്രങ്ങളാണ് ഇന്ന് നിലവിലുള്ള 25 ആശ്രിത രാജ്യങ്ങൾ. ലോകത്തിന്റെ ഒരറ്റത്തെ അലാസ്ക മുതൽ ഫിജി വരെയുള്ള പരന്നു കിടക്കുന്ന വിശാലമായ ലോകത്തിന്റെ ഏതേത് ദ്വീപുകളിൽ കുഗ്രാമങ്ങളിലും കാടുകളിലും ജീവിക്കുന്ന ഏത് മനുഷ്യർക്കും ഒട്ടാകെ മാർഗദർശന ഗ്രന്ഥമായി അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ഈ ഖുർആൻ. ഈ ഖുർആൻ ഒരുപാട് ചരിത്ര സത്യങ്ങളിലേക്കും കഴിഞ്ഞുപോയ ചരിത്ര കാര്യങ്ങളിലേക്കും ശാസ്ത്ര കാര്യങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. ഖുർആനിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ഒരു നീണ്ട കോഴ്സ് തന്നെ പഠിക്കേണ്ടി വരും. ഏതാനും പക്ഷെ ഇന്ന് ഞാൻ ഈ ഉദ്ഘാടനത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിന്റെ ഭാഗമായി ഖുർആനിൽ പരാമർശിച്ചതും എന്നാൽ ശാസ്ത്രം ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ലാത്ത ചില കാര്യങ്ങൾ, അതിലൊരൊറ്റ പോയിന്റ് മാത്രമാണ് അത് പറയാൻ സമയമുള്ളൂ, അത് കേൾപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ ഖുർആൻ പറഞ്ഞ ശേഷം ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു, ശാസ്ത്രജ്ഞന്മാർ വളരെ കാലം അധ്വാനിച്ച് കണ്ടുപിടിച്ച ശേഷം ഇത് ഞങ്ങളുടെ ഗ്രന്ഥത്തിലുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയും. എന്നാൽ ഇതുവരെ സയൻസ് കണ്ടെത്തിയിട്ടില്ലാത്ത, ശാസ്ത്രരംഗത്ത് ഇതുവരെ ഒരു ശാസ്ത്ര സത്യമായി അറിയപ്പെട്ടിട്ടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉള്ളത് മുൻപെക്കാമോ എന്ന് ചോദിക്കും. ആ കാര്യങ്ങളാണ് ഞാൻ നേരത്തെ ഇപ്പോൾ പറയുന്നത്. ഇന്നുവരെ ഇപ്പോൾ ഏറ്റവും അധികം അത്യന്താധുനിക രംഗത്ത് ഈ രംഗത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഭൂമിയല്ലാത്ത ഏതെങ്കിലും ആകാശ ലോകങ്ങളിൽ ജീവികളുണ്ടോ ഇല്ലേ, ഭൂമിയല്ലാത്ത ഏതെങ്കിലും ആകാശഗോളങ്ങളിൽ ജീവികളുണ്ടോ ഇല്ലേ. ഈ പ്രശ്നത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് അമേരിക്കൻ ശൂന്യാകാശ ഏജൻസിയായ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്ന നാസ. അത് കഴിഞ്ഞാൽ പിന്നീട് ഇവരൊക്കെ ഭൂമിയല്ലാത്ത ഗോളങ്ങളിലെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സയൻസിൽ ഇതിന്റെ പ്രത്യേക പേരുണ്ട് ഈ വിഭാഗത്തിന്. അതാണ് എക്സോബയോളജി എന്നോ അസ്ട്രോബയോളജി എന്നോ രണ്ടും അതിൽ പറയാറുണ്ട്. അസ്ട്രോബയോളജി അല്ലെങ്കിൽ എക്സോബയോളജി. ഈ രംഗത്ത് അവർ ഗവേഷണത്തിന് വേണ്ടി ഇതിന് മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരിക്കലും മധ്യ അമേരിക്കൻ റിപ്പബ്ലിക്കിലെ പൂർട്ടോറിക്ക എന്ന രാഷ്ട്രമുണ്ട്. അവിടുന്ന് അവര് വേവ്സ് അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ വിദൂര ഗോളങ്ങളിലേക്ക്, അതാ ജീവസാധ്യത ഉണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന ഗോളങ്ങളിലേക്ക് വിടാൻ ആണ് അവർ പ്ലാനിട്ടത്. എന്നിട്ട് വല്ല റിപ്ലൈ, അതിൽ നിന്ന് വല്ല മറുപടിയും കിട്ടിയാൽ അവിടെ ജീവനുണ്ടെന്ന് മനസ്സിലാക്കാനുള്ളത്. അങ്ങനെ നാസയുടെ നേതൃത്വത്തിൽ ഈ പൂർട്ടോറിക്കായിൽ നിന്ന് വിട്ടയച്ച അരേസിബോ എന്നറിയപ്പെടുന്ന റേഡിയോ ടെലിസ്കോപ്പിൽ നിന്ന് വിട്ടയച്ച തരംഗങ്ങൾ ഏറ്റവും സ്പീഡ് പ്രപഞ്ചത്തിൽ ഇന്നേവരെ അറിയപ്പെട്ടത് പ്രകാശ വേഗതയാണ്. പ്രകാശത്തിന്റെ വേഗതയേക്കാൾ കൂടുതലായി ഒരു വേഗതയുമില്ല എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു. ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, തെളിയിക്കപ്പെട്ടിട്ടില്ല. ആ വേഗതയിൽ തന്നെ ആ തരംഗങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 19 വർഷത്തിലേറെ പോകുന്നു. അത് അവരുദ്ദേശിക്കുന്ന നമ്മളുടെ ഈ നക്ഷത്ര സമൂഹമാകുന്ന ഗാലക്സി, അതിനകത്ത് അവരുദ്ദേശിക്കുന്ന ലോകത്തിലെത്തണമെങ്കിൽ 24,000 വർഷം എടുക്കും.
അത് കഴിഞ്ഞിട്ട് അവിടെ വല്ല ജീവികളുണ്ടെന്ന് വിചാരിക്കാം. ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് മറുപടികൾ കിട്ടാൻ പിന്നെയും 24,000 വർഷമെടുക്കും. 48,000 വർഷങ്ങൾക്ക് ശേഷമേ ആ മറുപടി ഇവിടെ കിട്ടുള്ളൂ. അതിൽ പരാജയപ്പെടാനുള്ള സാധ്യത എത്ര കൂടുതൽ? ഒന്ന്, നമ്മൾ ഇവിടുന്ന് വിട്ടയച്ച തരംഗങ്ങൾ അത്ര വിദൂര ലോകങ്ങളിൽ എത്തുന്നതിന് മുമ്പ് നിർവീര്യമായി നശിക്കാനുള്ള സാധ്യത കൂടുതൽ. ഇനി നശിക്കാതെ അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ അവിടെ വല്ല ജീവികളുണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ പോലും അവർക്ക് നമ്മൾ വിട്ട ഈ ഭാഷ മനസ്സിലാക്കാൻ കഴിവുണ്ടോ? സാധ്യത വളരെ കുറഞ്ഞ സാധ്യതയുള്ളൂ. ഈ ഭാഷ മനസ്സിലായാൽ പോലും തന്നെ അവർക്ക് അതിന് മറുപടി ഇങ്ങോട്ട് അയക്കാൻ പറ്റിയ ഉപകരണങ്ങൾ അവരുടെ കയ്യിലുണ്ടോ? അതിനും സാധ്യത വളരെ കുറവ്. ഇനി ഉണ്ടായാൽ പോലും അവർ മറുപടി അയച്ചാൽ ഇവിടെ എത്താൻ പിന്നെയും 24,000 വർഷം, 48,000 വർഷം കഴിയുമ്പോൾ ഈ ഭൂമി ഇവിടെ ഉണ്ടാവും. ഉണ്ടായാൽ പോലും ഭൂമിയിലെ മനുഷ്യർക്ക് എന്തിന്റെ മറുപടിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ ഭാഷ ഇവിടെ അനലൈസ് ചെയ്യാൻ പറ്റും. ഇത്രയുമധികം സാധ്യതകൾ അത് പരാജയപ്പെടാനാണ്. ഈ രംഗത്തുള്ളൊരു ഗവേഷണം ഞാൻ പറഞ്ഞു. അതുകൂടാതെ മറ്റൊരു ഗവേഷണം 1976 നാസ വിട്ടയച്ച വോയേജർ എന്നൊരു ശൂന്യാകാശ വാഹനം, ആളില്ലാത്ത അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതില് വോയേജർ 1ഉം വോയേജർ 2ഉം സൗരയൂഥത്തിന്റെ 2 ഭാഗങ്ങളിലേക്കായിട്ട് വിട്ടയച്ചിരിക്കുകയാണ്. വോയേജർ 1ഉം വോയേജർ 2ഉം. അത് 1976 പുറപ്പെട്ടിട്ട് 37 വർഷമായി അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1800 കോടി കിലോമീറ്റർ ദൂരത്തെത്തി. അതിൽ ഒരു അലുമിനിയം ഫലകം വെച്ചിട്ടുണ്ട്. അതിലൊരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. സൗരയൂഥം, സൂര്യൻ, അതിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ബാക്കി 8 അംഗീകരിക്കപ്പെട്ട, ബാക്കി പ്ലൂട്ടോ അംഗീകരിക്കുന്നില്ല. എങ്കിലും അത് അന്ന് വൈദ്യുതി വിട്ടയച്ചപ്പോൾ പ്ലൂട്ടോയും കൂടി കണക്കിലുണ്ടായിരുന്നു. ആ പ്ലൂട്ടോ വരെയുള്ള സൗരയൂഥം, അതിൽ 3ാമത്തെ, സൂര്യനിൽ നിന്ന് അകലത്തിൽ 3ാമത്തെ ഗോളമായ ഭൂമിയിൽ നിന്ന് ഈ മൈൻഡിച്ചിലേക്ക് ഈ ആരോ മാർക്ക്, അതിൻ്റെയൊക്കെ പുറമെ കീബോർഡും ഒരു മോണിറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഭൂമിയല്ലാത്ത ഏതെങ്കിലും ലോകത്ത് ഈ മനുഷ്യൻ വിട്ടയച്ച വോയേജർ ശൂന്യാകാശ വാഹനം അവിടെ എത്തിപ്പെടുകയോ അല്ലെങ്കിൽ അവർ പിടിച്ചെടുക്കുകയോ ചെയ്താൽ അവരതൊന്ന് പരിശോധിച്ച് നോക്കിയിട്ട് അതിൽ ആരാണത് വിട്ടയച്ചതെന്ന് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ ഈ ചിത്രം കണ്ടാൽ ആ ദൂരയിൽ കാണുന്ന സൂര്യൻ, അതിൽ നിന്ന് അകലത്തിൽ 3ാമത്തെ ഗോളം, ആ ഭൂമി എന്ന് അവരുടെ ടെലിസ്കോപ്പ് വെച്ച് അവർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നായിരിക്കും ഒരു വിട്ടയച്ചിട്ടുള്ള ആ ബോർഡ് കീബോർഡ് അമർത്തുമ്പോൾ ഈ ഭൂമിയുടെ ഫിലിംസ് അവർ കാണും. അപ്പൊ ഈ ജീവികളെ തെരഞ്ഞ് നമ്മൾക്ക് മറുപടി അതിനോട് പുറപ്പെടുന്നല്ലോ എന്ന് വിചാരിച്ച് ആരെങ്കിലും ഭൂമിയിലേക്ക് തെരഞ്ഞു വരട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വോയേജർ ഇതൊക്കെ വെച്ചത്. അത് പുറപ്പെട്ടു പോയിട്ട് ഏകദേശം പ്ലൂട്ടോയും കഴിഞ്ഞു പോയി. ഇനി അത് എത്രയോ അനേകായിരം വർഷങ്ങൾ കഴിയണം അടുത്ത ഏതെങ്കിലും ഗോളത്തിലെത്താൻ. കാരണം സൗരയൂഥം കഴിഞ്ഞാൽ തൊട്ടടുത്ത് എവിടെയും അല്ലാതെ, സൂര്യൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത് എവിടെയും പഠിച്ചവൻ ഒരടുത്ത നക്ഷത്രത്തെയോ ഒരു യൂഥത്തെയോ നിശ്ചയിച്ചിട്ടതായിട്ട് നമുക്കറിയില്ല. അത് അത്രയും വിദൂര കാലഘട്ടം കഴിഞ്ഞിട്ട് ഒരു പക്ഷേ കിട്ടുള്ളൂ. ഇപ്പോഴും അത് 37 വർഷം കഴിഞ്ഞിട്ടും അതിന് സിഗ്നലുകൾ വന്നുകൊണ്ടിരിക്കാറുണ്ട്. ഇത്രയും ഏറ്റവും ലേറ്റസ്റ്റായി നടത്തിയ പരീക്ഷണമാണ് ഈ പ്രശ്നത്തിൽ. എന്നിട്ട് അതിൽ പോലും ഇന്നും ഏറ്റവും മികച്ചു നിൽക്കുന്ന കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ മാത്തമാറ്റിക്സ് പ്രൊഫസറായിരുന്ന ഡോക്ടർ സ്റ്റീഫൻ ഹോക്കിംഗ്, അദ്ദേഹം പറയുന്നത് ആണ് ഈ പ്രശ്നത്തിൽ ഭൂമിയല്ലാത്ത ഏതെങ്കിലും ആകാശഗോളങ്ങളിൽ, ആകാശലോകങ്ങളിൽ ജീവികൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെ ഉണ്ട്. പക്ഷേ ഏതെങ്കിലും ലോകത്ത് ഇന്നവരെ ജീവികളുള്ള വിവരം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, അറിയാൻ കഴിഞ്ഞിട്ടില്ല, ഉണ്ട് എന്ന് സ്ഥിരീകരിച്ച് പറയാൻ കഴിഞ്ഞിട്ടില്ല. 21ാം നൂറ്റാണ്ടിൽ അസ്ട്രോബയോളജി അല്ലെങ്കിൽ എക്സോബയോളജി ഏറ്റവും ആധുനികമായി എത്തി നിൽക്കുന്ന രംഗമാണിത്. ഇപ്പോഴും നിഗമനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഉണ്ടായേക്കാം. ഇന്നത്തെ മാധ്യമം പത്രത്തിന്റെ കൂടെയുള്ള മാധ്യമ വെളിച്ചം ഇതിലുള്ള ഒരു റിപ്പോർട്ടാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. യൂറോപ്പയിൽ ജീവന്റെ തിളക്കം എന്ന്. യൂറോപ്പ് എന്നാൽ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗോളമായ വ്യാഴത്തിന്റെ ഒരു ഉപഗ്രഹമാണ്. ഭൂമിക്ക് ചന്ദ്രനുള്ളത് പോലെ വ്യാഴത്തിന് കുറേ എണ്ണമുണ്ട്. അതിൽ തന്നെ ഉള്ള ഒരു ഉപഗ്രഹം അഥവാ അതിന്റെ ചന്ദ്രനാണ് യൂറോപ്പ. അതിനെ ഈ കഴിഞ്ഞ ഈ റിപ്പോർട്ടിൽ പറയുന്ന നോക്കണം, ഏറ്റവും ലേറ്റസ്റ്റ് വിവരം ഈ രംഗത്ത് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അതിൽ അവരെ എടുത്ത വിവരങ്ങൾ നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലും ശാസ്ത്രജ്ഞന്മാർ കെവിൻ ഹാൻഡ്
കണ്ടെത്തിയത് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് ഇതിനെക്കുറിച്ച് അവർ കണ്ടെത്തിയത്. എന്താണ്? ഭൗമ തുല്യമായ, ഭൂമിക്ക് തുല്യമായ സമുദ്രങ്ങൾ വ്യാഴത്തിന്റെ ചന്ദ്രനിൽ ഉണ്ടെന്നും ഒരു പക്ഷേ ഇതിൽ ജലാശയമുള്ളതിനാൽ അവിടെ കടലുകളാണ് തോന്നിപ്പിക്കുന്ന എന്തോ ഉണ്ട്. അതിനാൽ അവിടെ ജീവൻ വളർന്ന് വികസിക്കുന്നതിനുള്ള എല്ലാ അനുകൂലനങ്ങളുമുണ്ട്. ഇത്രയുള്ളൂ, വളർന്ന് വികസിക്കുന്നതിനുള്ള അനുകൂലമുണ്ട്. ഇനി ഉണ്ട് എന്നോ ജീവനുണ്ട് കണ്ടെത്തില്ല. അത്രയും അധികം മുന്നിലേക്ക് എത്തിയിട്ട് പോലും ഇത്രയേ പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ സയൻസിന് എങ്കിൽ ഖുർആൻ എന്ന 7-ാം നൂറ്റാണ്ടിൽ ഇത്തരത്തിലൊരു ടെലിസ്കോപ്പ് കണ്ടെത്തിയിട്ടില്ലാത്ത, അത് പഠിച്ച് അത്തരത്തിലുള്ള ഒരു ഗവേഷണങ്ങളും ഉണ്ടായിട്ടില്ലാത്ത, ഒരു വോയേജർ പോലെ എന്തെങ്കിലും ശൂന്യാകാശവാഹനം വിട്ടയക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത കാലഘട്ടത്തിൽ ഇറങ്ങിയ ഖുർആൻ ഭൂമിയല്ലാത്ത ഏതെങ്കിലും ഒരു ലോകത്തെക്കുറിച്ച്, അവിടെയുള്ള ജീവികളെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ഖുർആനിൽ 16-ാമത്തെ അധ്യായം സൂറത്തുൽ നഹ്ല് 49-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മിൻ ദാബ്ബ വൽ മലായികതു വഹും ലാ യസ്തക്ബിറൂൻ. വലില്ലാഹി യസ്ജുദു, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു, മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മിൻ ദാബ്ബ, ഭൂമിയിലും ഉപരിലോകങ്ങളിലുമുള്ള ജീവജാലങ്ങൾ. അടിവരയിടേണ്ട വാക്കതാണ്. ഭൂമിയിലും ഉപരിലോകങ്ങളിലുമുള്ള ജീവജാലങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. അത് പറയുമ്പോൾ അതും മലക്കുകളെ പറ്റി പറഞ്ഞതാവും എന്നൊരു സംശയം ഉണ്ടാവും ഭൂമി അല്ലാത്ത ലോകത്തിൽ. എന്നാൽ ആ ആയത്ത് തന്നെ തുടരുകയാണ്, വൽ മലായികത്തു, മലക്കുകളും സുജൂദ് ചെയ്യുന്നു. അത് മലക്കുകളെ പറ്റി വേറെ തന്നെ പറയും. ജീവജാലങ്ങൾ ഉണ്ട്, അവരഹങ്കാരം കാണിക്കുന്നുണ്ട്. അതിൽ കുറെ ആൾക്കാർ മലക്കുകൾ വേറെയുണ്ട്, അവരഹങ്കാരം കാണിക്കുന്നില്ല. ഇതിന്റെ അർത്ഥം മറുവശം എന്താ? 3 വിദ്യാർത്ഥികളെ ഇരുത്തിയിട്ട് ഞാൻ പറയണം, ഈ 2 വിദ്യാർത്ഥികളും അസൈൻമെന്റ് നന്നായി എഴുതിക്കൊണ്ടുവരാറുണ്ട് ഞാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 3-ാമത്തെ കുട്ടി അസൈൻമെന്റ് കൃത്യമായിട്ട് എഴുതി കൊണ്ടുവരാറില്ല എന്നല്ലേ? അതാണ് ഭൂമിയിൽ ഉപരിലോകത്തുള്ള ജീവജാലങ്ങൾ അവര് ശരിക്കും അവർ സുജൂദ് ചെയ്യുന്നു, അവരൊക്കെ അഹങ്കാരമില്ല. അപ്പോൾ അഹങ്കാരം എന്ന വാക്കിന് അർത്ഥമുണ്ടാവണമെങ്കിൽ ബുദ്ധിയുള്ള ജീവികൾ ഉണ്ടായിരിക്കണം. അഹങ്കാരം എന്ന വാക്കിന് പ്രസക്തി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ബുദ്ധി ശരിക്കും എന്ത് വേണം? ബുദ്ധി എന്ന് പറഞ്ഞാൽ വിശേഷ ബുദ്ധിയുള്ള ജീവികൾ ഉണ്ടാവണം. കാട്ടാന മനുഷ്യരെ കൊന്നു, കാരണം അത് അഹങ്കാരിയാണ് എന്ന് പറയാൻ പറ്റുമോ? കോഴിയെ കുറുക്കൻ പിടിച്ചു, കാരണം കുറുക്കൻ അഹങ്കാരിയാണ്, പറയാൻ പറ്റുമോ? ഇല്ല, അതതിന്റെ പ്രകൃതമാണ്. അപ്പൊ അഹങ്കാരി എന്ന വാക്കിന് പ്രസക്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? വിശേഷ ബുദ്ധിയുള്ള ജീവികൾ ഉണ്ടാവണം. ഭൂമിയും ഉപരിലോകങ്ങളിലും ഈ വിശേഷ ബുദ്ധിയുള്ള ജീവികളുണ്ട് എന്നല്ലേ സൂറത്തുൽ നഹ്ൽ 49-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്. അപ്പോൾ ഒരു ചോദ്യം, വിശേഷ ബുദ്ധിയുള്ള ജീവികൾ മറ്റ് ലോകങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവയ്ക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വഹി വരണ്ടേ? ഭൂമിയിൽ ജിന്നുകളും മനുഷ്യരുമാണ് വിശേഷ ബുദ്ധിയുള്ള ജീവജാലങ്ങൾ. ഇവർക്ക് ഖുർആൻ അള്ളാഹു ഇറക്കിയതുപോലെ മറ്റു ലോകത്തിൽ എവിടെയെങ്കിലും ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഗ്രന്ഥം ഇറങ്ങിയിട്ടുണ്ടായിരിക്കുമോ എന്നൊരു ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ പറയുന്നു. സൂറത്തുൽ തലാഖ് 65-ാം അധ്യായം സൂറത്തുൽ തലാഖ് 12-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അല്ലാഹു അല്ലദീ ഖലഖ സബഅ സമാവാതി വമിനൽ അർളി മിസ്ലഹുന്ന യതനസ്സലു അൽ-അംറു ബൈനഹുന്ന ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. അല്ലാഹു ആകുന്നു 7 ഉപരിലോകങ്ങളെ സൃഷ്ടിച്ചവൻ. അല്ലാഹു അല്ലദീ ഖലഖ സബഅ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന, അവയ്ക്ക് തുല്യമായി ഭൂമിയിൽ നിന്നും സൃഷ്ടിച്ചവൻ അല്ലാഹു ആകുന്നു. യതനസ്സലു അൽ-അംറു ബൈനഹുന്ന, അവയ്ക്കിടയിലൂടെ അല്ലാഹുവിന്റെ കൽപ്പനകൾ ഇറങ്ങുന്നു. ഭൂമിയിൽ നിന്നും അവയ്ക്ക് തുല്യമായി സൃഷ്ടിച്ചവൻ. 7 ഉപരിലോകങ്ങൾ സൃഷ്ടിച്ചിട്ട് ഭൂമിയും തുല്യമായി സൃഷ്ടിച്ചവൻ എന്ന് പറഞ്ഞ ആയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ ക്രിസ്താബ്ദം 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന വ്യാഖ്യാനം എല്ലാവർക്കും തുറന്നു കാണാവുന്ന ഗ്രന്ഥമായി ഇന്ന് നമുക്ക് കാണാം. ഐ സബഅ അർളീൻ, ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുക്കാം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 7 ഭൂമികളാണ്. ഫീ കുല്ലി അർളിൻ നബിയ്യിൻ കനബിയ്യിക്കും, അതിൽ
നിങ്ങളുടെ ഇവിടുത്തെ നബിമാരുള്ളതുപോലെ അവിടെയും നബിമാരുണ്ട്, ഇവിടെ നബിമാരുള്ളതുപോലെ അവിടെയും നബിമാരുണ്ട്. അപ്പോൾ പടച്ച തമ്പുരാന്റെ വഹി വരുന്ന, അതാണ് യത്തനസ്സലുൽ അംറു ബൈനഹും, അവക്കിടയിലൂടെ അല്ലാഹുവിന്റെ കൽപ്പന ഇറങ്ങുന്നതാണ്. വഹി കിട്ടുന്ന പ്രവാചകന്മാർ അവിടെയുണ്ട്. ഈ ലോകത്തേക്കുള്ള അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി. പക്ഷെ ആ ലോകത്തേക്ക് വേറെ പ്രവാചകന്മാർ വന്നിട്ടുണ്ടെന്ന് ഇബ്നു അബ്ബാസ് അള്ളാഹുവിന് പറയുന്ന വ്യാഖ്യാനം നമുക്ക് കാണാം. ഇതൊരു ഹദീസല്ല, എങ്കിൽ ഇബ്നു അബ്ബാസ് അള്ളാഹുവിന്റെ വ്യാഖ്യാനമാണ്. ഭൗതശാസ്ത്ര രംഗത്ത് വളരെയേറെ കാഴ്ചപ്പാടുള്ള സാഹിബിയാണ് ഇബ്നു അബ്ബാസ് അള്ളാഹു. അതിനെ തുടർന്ന് പിന്നെയും തൊട്ടടുത്ത് ആ വാചകത്തിന് ശേഷം ഇബ്നു കസീറിൽ പറയുന്നു, പക്ഷേ ഒരു ഹദീസാണ്, എന്നാൽ 100% പറയുന്നത് അർളൻ ബൈളാ അള്ളാഹുവിന്റെ സൃഷ്ടികളെ പറ്റിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, നിങ്ങൾ പടച്ചവന്റെ സൃഷ്ടികളെ കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്. എന്നിട്ട് പറയണം, ഫഇന്ന ബിഹാദൽ മശ്രിഖ്, ഈ ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് അർളൻ ഒരു ഭൂമിയുണ്ട്, ബൈളാ വെളുത്തൊരു ഭൂമിയുണ്ട്. ഈ ഭൂമിയല്ലാത്ത മറ്റൊരു ഭൂമിയെ പറ്റിയാണ് നബി പറയുന്നത്. അർളൻ ബൈളാ ബയാലുഹാ നൂറുഹ, അതിന്റെ വെളുപ്പ് നിറം അതിലേക്ക് അടിക്കുന്ന ലൈറ്റിന്റെ പ്രതിഫലനമാണ്. നൂറ് എന്ന് പറഞ്ഞാൽ സ്വന്തം ലൈറ്റ് അല്ല. അപ്പൊ വേറെ ഏതോ ഒരു നക്ഷത്രത്തിന്റെ ചുറ്റും കറങ്ങുന്ന ഒരു ഗോളം, അതുകൊണ്ട് നൂറെന്ന് ഉപയോഗിച്ച് അത് വെളുത്ത നിറമായിട്ട് ഇനി ഒരു കാലത്ത് ടെലസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു സഹിഹായ ഹദീസ് അല്ല എന്നറിയാം. പക്ഷേ അതൊരു ആധികാരികം എന്ന നിലക്കല്ല പറയുന്നത്. ഈ ഹദീസ് പറയുന്നതിന്റെ ഒരു ചർച്ച എന്ന നിലയ്ക്ക്, അതായത് സഹി അല്ലാത്തൊരു ഹദീസ് സഹിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊരു ആധികാരികമല്ല, എങ്കിലും അതൊരു ചർച്ചയ്ക്ക് വേണ്ടി അന്ന് തന്നെ ഈ രംഗത്ത് ചർച്ചയുണ്ട് എന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ആ ലോകത്ത് എന്നിട്ട് പറഞ്ഞു അവിടെ ഒരുതരം ജീവജാലങ്ങളുണ്ട്, അവിടെ ഒരുതരം ജീവജാലങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ ഭൂമിയിലുള്ള വിവരം അവർക്കറിയുമോ? ഇല്ല. നിങ്ങൾ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട വിവരം പോലും അവർ അറിഞ്ഞിട്ടില്ല എന്നാണ്. അത് കഴിഞ്ഞ് പറഞ്ഞു അതിലേക്കുള്ള ദൂരം മസാഫത്ത് ശംസി 40 യൗമൻ, സൂര്യനിലേക്ക് പറ്റില്ല. 13 വർഷം ആണ് ഇങ്ങോട്ടും, 27 വർഷം എടുക്കും ഇപ്പോഴത്തെ അനുസരിച്ച്. എങ്കിലും ഈ തരത്തിലുള്ളൊരു ചർച്ച ഇത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ചുരുങ്ങിയ ഇബ്നു കസീർ എഴുതപ്പെടുന്ന കാലഘട്ടത്തിലെങ്കിലും ഉണ്ട് എന്നാണല്ലോ നമുക്ക് മനസ്സിലാകുന്നത്. അത്രയെങ്കിലും നമുക്ക് ആ കാര്യത്തിൽ മനസ്സിലാക്കണമല്ലോ. ഇത് സഹിയല്ലാത്തതുകൊണ്ട് ഉറപ്പിച്ച് പറയണ്ട. അത്രയും ഈ രംഗത്ത് ഖുർആനെ കുറിച്ചുള്ള ചർച്ചയുടെ രംഗത്ത് മുന്നേറി നിൽക്കുന്നുണ്ട്. ഇന്നും ശാസ്ത്രം അതിൽ നിഗമനത്തിലെത്തിയിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഇവിടെ ബഹുമാന്യാതിഥിയായ ഭദ്രവനന്റെ താടി നമുക്ക് എത്തിയതുകൊണ്ട് ഞാൻ കൂടി പറയുന്നില്ല. ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഖുർആൻ ശാസ്ത്രത്തെക്കാളും എത്രയോ അഡ്വാൻസ്ഡ് ആയിട്ട് വളരെ മുന്നോട്ട് കടന്നു നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്നതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരു പഴഞ്ചൻ ഗ്രന്ഥമാണ് അല്ല എന്നുള്ള ധാരണ ശരിയല്ല. എത്രയോ കാര്യങ്ങൾ ഖുർആൻ പറഞ്ഞിട്ട് ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും ഖുർആൻ പറയുന്നു. എങ്കിൽ ആ ഗ്രന്ഥം നമ്മോട് കേൾപ്പിക്കുന്ന വസ്തുവിന്റെ മനുഷ്യരുടെ ജീവിതം ഇതുകൊണ്ട് അവസാനിച്ചിട്ടില്ല. ഒരു ജീവിതം ഇനി വരാനുണ്ട്. അതാകുന്ന യഥാർത്ഥ ജീവിതം, അതിലേക്കുള്ള വഴിയാണ്. അവിടെ എങ്ങനെ രക്ഷപ്പെടണം, അവിടെ സ്വർഗം കിട്ടണമെങ്കിൽ ഏത് രൂപത്തിൽ ഈ ലോകത്ത് ജീവിക്കണം. അവിടെ നിങ്ങൾ ഈ ലോകത്ത് ഇന്ന രൂപത്തിൽ താന്തോന്നിയായി ജീവിച്ചാൽ അവിടെ നിങ്ങൾക്ക് നരകമാണ് കിട്ടുക. അത് ശാശ്വത ജീവിതം അതാണ്. ആ ലോകത്തിലെ രക്ഷ എങ്ങനെയാണ്, അതിനുവേണ്ടി ഇവിടെ ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് അറിയിച്ചു തരുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അത് പഠിക്കേണ്ടത് സർവ്വലോക മനുഷ്യരുടെ കടമയാണ്. മുസ്ലിങ്ങളുടെ മാത്രമല്ല, ആ ദൗത്യം ശരിയായ രൂപത്തിൽ നാം നിർവഹിക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാവരും ഈ ഗ്രന്ഥം പഠിക്കേണ്ടത് നിർബന്ധമാണ് എന്ന സന്ദേശം അറിയിച്ചുകൊണ്ട് ഖുർആനിന്റെ ഏറ്റവും അത്യന്താധുനികമായ ഇത്തരം കാര്യങ്ങളുണ്ട് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അസ്സലാമു അലൈക്കും. ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ അബ്ദുറഹ്മാൻ അണ്ടത്താനി MLA അവരെ ക്ഷണിക്കുന്നു.